ചാനലിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണ ബ്ലോഗിലേക്ക് എല്ലാവരും കാണുന്നുണ്ടെന്ന് ഉള്ളതിന് വളരെ സന്തോഷം. ഇന്ന് പള്ളിയിൽ ഭജന ഇന്നലെ തീർന്നു. അപ്പോൾ പള്ളിയിൽ ചോറ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ 2 പൊതി വെച്ച് കൊണ്ടുപോയി. ഞങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുപോയി, പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല. അത് ധർമ്മക്കാർക്ക് കൊടുത്തു. അപ്പോൾ അതിൽ കാലില്ലാത്തവർ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ചോറ് താട്ടേന്ന് പറഞ്ഞ് ചോറ് പിടിച്ചു. വേറൊരാൾ വഴക്കുണ്ടാക്കി എന്നെ, കൈയൊക്കെ ഒന്നുമില്ല. അപ്പോൾ അവർ പരസ്പരം വഴക്കുണ്ടാക്കി, ആ ചേച്ചി കൊണ്ടുവന്നല്ലേ ഭജനിരിക്കാൻ വന്നിട്ട് നമുക്ക് തന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, നിങ്ങൾ അവർക്കല്ലേ കൊടുത്തു അങ്ങനെ ഇങ്ങനെയെന്ന്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി വിഷമിക്കുണ്ടാവൻ അങ്ങനെ പറഞ്ഞാൽ. പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല, വിശന്നിട്ടല്ലേ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ അണ്ണന് പൈസ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അണ്ണൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പൈസ വേണ്ട, ഇന്നലെ ഞാൻ ചേച്ചിനെ പറഞ്ഞത് എനിക്ക് വിഷമമായി, അതുകൊണ്ട് ചേച്ചി വിഷമിക്കണ്ട, പൈസ ഉണ്ട്, എനിക്ക് വിശപ്പാണ്. ഞാൻ നിങ്ങളോട് മലയാളത്തിൽ പറയുന്നുള്ളൂ, തമിഴിലാണ് പറഞ്ഞത്. എനിക്ക് തമിഴ് അറിയാം, പക്ഷെ തമിഴിൽ പറയണില്ല. അപ്പോൾ വിശപ്പാണ്, അതുകൊണ്ട് ചോറ് തന്നാൽ ഞാൻ ശരി കൊണ്ടുവരാമെന്ന് തോന്നി. അപ്പോൾ ഇന്ന് ഞാൻ ചോറ് കൊണ്ടുപോവാണ്. അപ്പോൾ പച്ചക്കറി മേടിക്കാൻ പോവുകയാണ്. പച്ചക്കറി മേടിച്ചു കൊണ്ടുവന്ന് അതെല്ലാം ശരിയാക്കി. വെജിറ്റേറിയനാണ് പാടുള്ളൂ, പള്ളിയിൽ നോയമ്പല്ലേ. അപ്പോൾ ചോറ് കൊണ്ടുപോയി പൊതിഞ്ഞ് ചോറുണ്ടാക്കണതും കൊണ്ടു കൊടുക്കണതും കാണിക്കാം. ശരി, ബാ നമുക്ക് പച്ചക്കറി കടയിലേക്ക് പോകാം. ഇത് തലേദിവസമാണ്, ഭജന കഴിഞ്ഞ് വന്നു. നാളെയാണ് ഞാൻ ചോറ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. നാളെ രാവിലെ 10-11 ആകുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടിട്ട്, കൊച്ചുമക്കൾ 2 പേരുണ്ടല്ലോ, അതിന് സ്കൂളിൽ വിട്ടിട്ട് ഞാൻ പച്ചക്കറി എല്ലാം ഉണ്ടാക്കി. ഞാൻ ഒറ്റയ്ക്കാണ്, ചേട്ടന് വയ്യാത്ത, അത് അങ്ങനെ അടുക്കളപ്പണിയൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ചെയ്ത് കൊണ്ടു കൊടുക്കണം. നിങ്ങൾ അനുഗ്രഹിക്കണം. നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ സഹകരണമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് നിങ്ങളല്ലാതെ ആരുമില്ലല്ലോ. ചോറ് കെട്ടി ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറി മേടിച്ചുകൊണ്ടുവന്ന്. സോയ കറി വെച്ചത്, പാവയ്ക്ക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നല്ലോ. പള്ളിയിൽ ധർമ്മക്കാർക്ക് ചോറ് കൊണ്ട് കൊടുക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അവർക്ക് ഇന്നലെ കൊണ്ട് ചോറ് കൊണ്ട് കൊടുത്തിട്ട് ഒരാൾക്ക് കിട്ടാഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ സങ്കടം വന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ അവർ മറ്റുള്ള ധർമ്മക്കാരെന്നോട് പറഞ്ഞേ, പാവങ്ങൾ പറഞ്ഞു, ചേച്ചി അയാളെ ഞങ്ങൾ വഴക്ക് പറഞ്ഞു, ചേച്ചി ചോറ് കൊണ്ട് തന്നിട്ട് തികയാത്തോണ്ടല്ലേ, പള്ളിയിൽ ഭജനിരിക്കാൻ വന്നല്ലേ. അപ്പോൾ ആ ചേച്ചിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന് എനിക്ക് തന്നു. പിറ്റേ ദിവസം ആ ചേച്ചി 2 പൊതി കൊണ്ടുവന്നു. പിന്നെ ഞാൻ ഇന്നലെ പോയപ്പോൾ 4 പൊതി കൊണ്ടുപോയി. അപ്പോൾ ഇന്ന് കുറേ ധർമ്മക്കാർ കൂടുതലുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു. രാവിലെ നല്ല ജോലി, അതെല്ലാം കഴിഞ്ഞ് ചോറ് പൊതിഞ്ഞ് വിട്ടാണ്. എന്തൊക്കെ കറിയെന്ന് കാണിച്ചു തരാം. ഇത് മത്തങ്ങയും ചേനയും വെള്ളപ്പയറും കൂടി എരിശ്ശേരി ഉണ്ടാക്കിയത്. ഇത് പാവയ്ക്ക തോരനാണ്. കാരണം പാവയ്ക്ക ചോറിലിടുമ്പോൾ കയ്പ്പ് വരില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. നമ്മൾ കൊടുക്കുമ്പോൾ അതിനായ രീതി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എന്തിനാണ് കൊടുക്കുന്നത്. ഇത് പാവയ്ക്ക വളർത്തിയത്. ഇത് സോയ ഫ്രൈ ചെയ്തത്. ഇത് മോര്, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട മോര്. സാമ്പാറൊന്നും ആർക്കൊന്നും ഇഷ്ടപ്പെടില്ല, എല്ലാ സ്ഥലത്തു നിന്നും സാമ്പാർ കഴിക്കണമല്ലേ, സാമ്പാർ. പിന്നെ അച്ചാറുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാൻ പൊതിഞ്ഞ് കെട്ടിട്ട് 12 ആകുമ്പോഴത്തേക്കും എനിക്ക് കൊണ്ടു ചെല്ലണം, തിരിച്ച് വരണം കൊച്ചുങ്ങളെ വിളിക്കാറാകുമ്പോൾ. അതുകൊണ്ട് ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ പിടിക്കാൻ ഇത് വിളമ്പി വെച്ചിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു, അത് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ നോയമ്പ് പിടിച്ചാണ്, പള്ളിയിലും നോയമ്പല്ലേ, അതുകൊണ്ടാണ് വെജിറ്റേറിയൻ കേട്ടോ. എല്ലാവരും ഇനി പള്ളിയിൽ പോയി കൊടുക്കുന്ന വീഡിയോ ഇടാം. എല്ലാം കൂടി പിടിക്കുന്നില്ല, കുറച്ചേ പിടിക്കുന്നുള്ളൂ. അപ്പോൾ ചോറ് പൊതിഞ്ഞിട്ടാണ്. ഇപ്പം ഈ ചോറ് കലത്തിൽ തീരുന്നവരും ഞാൻ പൊതിഞ്ഞു. എത്ര പൊതിയുണ്ടോ എണ്ണമില്ലാതെ ആ ചോറ് തീരുന്നവരെ. പോട്ടെ, ഉണ്ടാക്കട്ടെ. ചോറ് കൊണ്ടു കൊടുത്തിട്ട് ലകള തികയാത്തതുകൊണ്ട് ഭയങ്കര ലകള കിടന്ന എല്ലാവരും എനിക്ക് താട്ടെ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, കൊണ്ടുവരാൻ ഞാൻ പള്ളിയിൽ വന്നു. ഇതാണ് പള്ളി. അവർക്ക് ചോറ് കൊടുത്തു. ഒരാൾക്ക് 3-4 പേർക്ക് കൊടുത്തു. അപ്പോൾ എല്ലാവരും കിടന്ന് ലകളയാണ്. എനിക്ക് താട്ടെ എന്ന് പറഞ്ഞു. എന്നെ ചേന വിശന്നിട്ടല്ലേ ചോദിക്കുന്നതല്ലേ, ഞാൻ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. ഭയങ്കര വെയിൽ സഹിക്കുകയ്യ. ഇവിടെ വെള്ളം കുടിക്കാൻ നിർത്താം ഒരണ്ണൻ. ഒരു ഗ്ലാസ് വെച്ച് കൊണ്ട് കുഴപ്പമില്ല. വെയിൽ കൊണ്ട് ചോറ് കൊടുക്കാൻ ചാനലാണ് അതണ്ണ, ചാനലാണതേ. ഒരണ്ണൻ എനിക്ക് വെള്ളം എടുത്ത് വരിക. ആ വെയിൽ കൊണ്ട് കഷ്ടം കിടക്കും. അയ്യോ, ഭയങ്കര ചൂട്. രാത്രി മഴയ്ക്കായിരിക്കും അല്ലേ അണ്ണാ? ഇന്നലെ നല്ല മഴയല്ലായിരുന്നാ? ചോറ് കൊണ്ടൊന്നും എല്ലാവർക്കും തികഞ്ഞില്ല. അതിന് എല്ലാവരും കിടന്ന് ലകള ഓടുക. തണുത്ത വെള്ളം
എല്ലാവരും അമ്മ. എൻ്റെ വീട് നെല്ലിക്കുഴി. എന്നെ കെട്ടിച്ചു കൊടുക്കണ കൊല്ലം ചവറ. അറിയാ? ആ, കൊല്ലം ചവറത്തെത്തുമ്പോൾ. അതെയോ? ആശ്രമത്തിന്. അതെ, ശരി. ഞാനിവിടെ നർമ്മക്കാർക്ക് ചോറ്, ഞാൻ ഇവിടെ ഭജന ഇരുന്നപ്പോൾ അവരെന്നോട് ചോറ് ചോദിച്ച് 2-3 ദിവസം കൊണ്ട് കൊടുത്തു. ഇന്നലെ ഒരു അണ്ണൻ എന്നെ ഒച്ച എടുത്ത് ചോറ് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. വിശന്നിട്ടല്ലേ ചോദിക്കാൻ. ഇന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇന്ന് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും അവർ തമ്മിൽ പരസ്പരം ലഹള. ചോറ് താട്ടെ പോയവർക്ക് എന്തിനാ മേടിച്ചത്? ആ അണ്ണൻ കുളിക്കാൻ പോയപ്പോൾ ഞാൻ വരും ചോറും കൊണ്ട് മേടിച്ച് വെക്കാൻ പറഞ്ഞു ഒരെണ്ണൻ്റെ അടുത്ത്. അയ്യോ, ഭയങ്കര ലഹള. 2 ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ഫെയിലല്ല അണ്ണ? ഇവിടെ എന്താ കച്ചവടം? കമ്പനികളെ. ഇത് അണ്ണനാണ്. കൊല്ലം അല്ലേ? ആലപ്പുഴ. കൊല്ലത്തൊക്കെ കച്ചവടത്തിന് പോയിട്ടുണ്ട്. ചോറ് തീർന്നു, അല്ലെങ്കിൽ ഞാൻ അണ്ണനെ കൊടുത്തേനായിരുന്നു. ചോറ് തീർന്നു പോയിരുന്നില്ല. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പള്ളിയിലാണ്. പള്ളിക്ക് ചോറ് കൊടുത്ത് പോവുകയാണ് വീട്ടിലേക്ക്. ഭയങ്കര ചൂടല്ലോ, സഹിക്കയ്യ. എന്നാ ഇനി ധർമ്മക്കാർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നു. പോവുകയാണ്. അവർ തമ്മിൽ ഭയങ്കര അടിയാണ്. ചോറ് ഒരാൾക്ക് കൊടുത്തില്ല, മറ്റൊരാൾക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കമ്മത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന്. ഞാൻ കൊണ്ടുവന്ന ചോറ് തികഞ്ഞില്ല. 3 ദിവസമായി കൊണ്ട് കൊടുക്കുന്നു. ഒരു കാല് വെള്ളത്തൊരെണ്ണം കുളിക്കാൻ പോയുക, അതിൻ്റെ ചോറ് തന്നേരെന്ന് അണ്ണം പറഞ്ഞു. ഒരുപാട് തമ്മിലായിരിക്കുന്നു. ഉണ്ടോ? അയ്യോ, എൻ്റെ തമ്മിലാണ്. വെയിലോ, ഭയങ്കര വെയിൽ, സഹിക്കുക വെയിൽ. പോക്കാണ്. ശരി എന്നാ. പുതയ്ക്ക് അവർ വന്ന് വാങ്ങി. ശരി ശരി എന്നാ. അല്ല ശരി. അതേ, ഞാൻ വൈകി താമസം. വെയിൽ വിളിക്കില്ല, വെയിൽ കൊള്ളല്ലേ? വേണ്ട വേണ്ട വേണ്ട. എവിടെ? എന്താ? അതാ ഉണ്ടാ ഉണ്ടാ. ആ, ശരി ശരി, പോയിട്ട് വരട്ടെ. അണ്ണനെ, മുത്തണ്ണനെ അങ്ങ് ഞാൻ തിരക്കിയപ്പോൾ കുളിക്കാൻ പോയിക്കാന്ന് പറഞ്ഞു. അതേ, ഇവിടെ എല്ലാം കിടന്ന് ഭയങ്കര ജഗട. ധാരാളം വലയിൽ ജഗട. ചോറ്. ആ, ശരി. നാളെ ഇപ്പോൾ പള്ളിയിൽ നിന്ന് കിട്ടില്ല. തിങ്കളാഴ്ച മുതൽ കൊണ്ടുവരാം കേട്ടോ. ഇല്ല, ചോറ് തീർന്നു മോളെ. തിങ്കളാഴ്ച കൊണ്ടുവരാം. നാളെ കഴിഞ്ഞ് കൊണ്ടുതരാം. ശരി, പോട്ടെ. ശരി. കൊച്ചുങ്ങൾ